കുറേ ദിവസമായി അച്ഛനും അമ്മയും വിളിയോടെ വിളി. അവൻ്റെ ലീവ് കഴിഞ്ഞ് പോകാറായില്ലേ, വന്ന് ചക്കയൊക്കെ ഇട്ടോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും ഏട്ടനും വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്നും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് പോത്തതേ ഉള്ളൂ, ചക്കയിടലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചക്കയിടാൻ വേണ്ടി വീടിൻ്റെ മുകളിലേക്ക് പോയി. ഒപ്പം ഞാനും. അവിടെ ഏട്ടൻ്റെ ഫേവറേറ്റ് കോവൽ നിൽപ്പുണ്ട്. ഞാൻ ഏകദേശം കോവയ്ക്കൊക്കെ പറിച്ചു കഴിയാറായപ്പോഴേക്കും അവർ ചക്കയൊക്കെ നോക്കി സെലക്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ പേരിലാണല്ലോ കോവയ്ക്ക പടർന്ന് കിടക്കുന്നതെന്ന്. എന്നാൽ 2 പേരയ്ക്ക പറിക്കുക എന്ന തന്ത്രപ്പള്ളി അത്യാവശ്യം നീറുകടിയൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദൗത്യം അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ സെറ്റായി. നമ്മുടെ അച്ഛൻ്റെ പാരച്ചൂട്ടി ചക്ക പറന്നിറങ്ങുന്ന കണ്ടോ? ഞാൻ പെട്ടെന്ന് ഓടി താഴെ ഇറങ്ങി. അവിടെ ചേച്ചിയുടെ മോൻ ചക്ക വരുന്നതും കാത്ത് വിഷമിച്ച് നിൽപ്പുണ്ട്. കാരണം അവന് ചക്ക, മാങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക എന്നീ വസ്തുക്കളൊന്നും ഒരു മനുഷ്യർക്കും കൊടുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഏട്ടനായോണ്ട് മാത്രം അവൻ കൊടുത്തു വിടുന്നതാണ്. അങ്ങനെ അവരടുത്ത ചക്ക സെലക്ട് ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ അയ്യന്തോറും നിരങ്ങൽ ആരംഭിച്ചു. ഇങ്ങനെ പുളിയൊക്കെ പോത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷം. പണി മൊത്തം അമ്മയ്ക്കാണെങ്കിലും. നീ എന്തൊക്കെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ വാഴക്കൊമ്പ്, ചീമച്ചക്ക നിറയെ ഉണ്ടായിട്ടുണ്ട്. പല വെറൈറ്റി ചീമച്ചക്ക കൂട്ടാനുണ്ടാക്കണമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പീച്ചിങ്ങ നിൽക്കുന്നു. പീച്ചിങ്ങ തീയൽ വെക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരു പീച്ചിങ്ങയൊക്കെ പറിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ചാമ്പമരത്തിലെ പൂവെല്ലാം പൊഴിഞ്ഞു. ഇനിയിപ്പോൾ കായ്ക്കാനുള്ള സമയമായി. മാമ്പഴം, ഇത് കണ്ണി മാങ്ങയാണ്. പക്ഷെ അമ്മ എനിക്ക് നിറയെ പഴുത്ത മാങ്ങ തന്നു കിട്ടും. പിന്നെ ഒരു സന്തോഷം, വർഷങ്ങളായിട്ട് കായ്ക്കാതെയും പൂക്കാതെ നിന്ന നമ്മുടെ മൾബറി കായ്ച്ചു. പിന്നെ ചാമ്പ, അത് അവനെല്ലാം പറിച്ചു കഴിച്ചു. സന്ധ്യ ആയപ്പോൾ ഏട്ടന് വേറെ അടുത്ത് പോകേണ്ടതുകൊണ്ട് ഞങ്ങളിങ്ങ് പോരും.